ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 9. നിങ്ങളെല്ലാവരും എന്താ ഇവിടെ? സെറ്റിയിലിരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരുന്നവരുടെ മുൻപിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് മഹാദേവൻ ഇത്തിരി ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അതെന്താ ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ വരാൻ നിന്റെ അനുവാദം വല്ലതും വേണോ? കൊച്ചുമകൻ്റെ ചോദ്യം ഇഷ്ടപ്പെടാത്ത രീതിയിൽ പത്മാവതി മുഖം ചൊളിച്ചു. അതേസമയം ദേവൻ്റെ ചോദ്യത്തിന് എന്തുത്തരം കൊടുക്കണമെന്നറിയാതെ സെറ്റിയിൽ നിന്ന് എഴുന്നേറ്റ് തലകുനിച്ച് നിൽക്കുകയായിരുന്നു വൈശാഖിയും നിർമ്മലും ജോബിനും. പക്ഷേ ബാലു മാത്രം കയ്യിലിരുന്ന ചൂടുണ്ണിയപ്പം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ടി വിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ വരാൻ എൻ്റെ അനുവാദം വേണ്ട, പക്ഷേ ക്ലാസ്സുകൾ മുഴുവൻ കട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ കാരണമാണ് ഞാൻ ചോദിച്ചത്. അവൻ്റെ ശബ്ദം മുറുകി. അതിനിപ്പോൾ എന്താ? കോളേജ് പിള്ളേരാകുമ്പോൾ വല്ലപ്പോഴും ക്ലാസ് കട്ട് ചെയ്തെന്നിരിക്കും, സിനിമയ്ക്ക് പോയി എന്നിരിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിൽ ഇങ്ങനെ കറങ്ങി നടന്നെന്നും ഇരിക്കും. അതിനൊക്കെ ഇങ്ങനെ ചോദ്യം ചെയ്താൽ എങ്ങനെയാ? അല്ല, എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. സാറ് ക്ലാസ്സിലെ പണി മാത്രം ചെയ്താൽ പോരെ? ഇത്തവണയും പത്മാവതി കയറി സ്കോർ ചെയ്തു. ഓഹോ, അപ്പോൾ അങ്ങനെയാണോ? അപ്പോൾ കോളേജിൽ നടന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ല എന്ന് സാരം. മഹാദേവൻ ബോണ്ടയെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. എന്തു കാര്യം? അടുക്കളയിൽ നിന്നും ചായയുമായി ഹാളിലേക്ക് വന്ന ലക്ഷ്മി കാര്യമറിയാതെ മകനെ നോക്കി നിന്നുപോയി. ദേ, ഈ നിൽക്കുന്ന നിങ്ങളുടെ ബാലേട്ടൻ ഒരുത്തൻ്റെ പല്ലടിച്ചു കൊഴിച്ചു. അവൻ്റെ കൈക്ക് കൊട്ടലുണ്ടെന്നാണ് തോന്നുന്നത്. ഇതാണോ മാമി ഭൂലോകം എന്ന വിചാരത്തോടെ ഇരുന്ന് ചായ കുടിക്കുന്ന ഭാസ്കരനെ ഒന്ന് പാളി നോക്കിക്കൊണ്ടാണ് ചെക്കൻ അത് പറഞ്ഞത്. പൊട്ടലോ? അയ്യോ, എന്താ എന്താ ഭാസ്കരേട്ട വിനിവിനി പറയുന്നത്? കാര്യമെന്താ? കയ്യിലിരുന്ന ചായ മഹാദേവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് ലക്ഷ്മി ഓടി ഭാസ്കരൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നു. അത് ചെറിയൊരു റാഗിങ് കേസാടി ഭാര്യയെ. അതിനൊക്കെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇതൊക്കെ ഒരു ഇഷ്യൂ ആണോ എന്ന രീതിയിലായിരുന്നു അയാളുടെ സംസാരം മുഴുവനും. അതെ, ചെറിയ ഇഷ്യൂ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ആ ചെക്കൻ പോയി രാവിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്. അവൻ അച്ഛന് നേരെ തിരിഞ്ഞു. അവൻ്റെ വായ ശരിയല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൈവച്ചേ. ഇനി ഇതുപോലുള്ളതുങ്ങളൊക്കെ കോളേജിലുണ്ടെങ്കിൽ അവർക്കിട്ടും ഞാൻ കൊടുക്കും 3 തരം. ഡയലോഗ് വളരെ സമാധാനപരമായിട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഏക വ്യക്തി താനാണ് എന്ന് ഊന്നി പറയുന്നത് പോലെയായിരുന്നു ബാലഭാസ്കറിൻ്റെ അപ്പോഴത്തെ സംസാരം. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഹീറോയിസവും ഗുണ്ടായിസവും ഒക്കെ കോളേജിൽ എടുക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ സൂക്ഷിച്ചും കണ്ടും വേണം. ചുറ്റും കോടി നിന്ന് കൈയടിക്കാൻ 10 പീറ പിള്ളേർ കൂടെ കാണുമെന്ന് വെച്ച് നികളിക്കരുത്. നിങ്ങളിന്ന് കൈവച്ച ആ ചെക്കനില്ലേ, സ്റ്റീഫൻ ദേവസ്യ, അവൻ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? കളത്തിപ്പറമ്പിൽ മാമൻ വർഗീസിൻ്റെ മോന. ഇനി അതിൻ്റെ പേരിൽ വല്ല കേസോ വഴക്കോ വല്ലതും ഉണ്ടായിന്ന് ഞാൻ അറിഞ്ഞ ബാക്കിയൊക്കെ ഞാൻ അപ്പോൾ പറയാം. ഇനി അവന്മാർ പ്രതികാരം വെച്ചോണ്ട് ഇരട്ടത്തിട്ട് നിങ്ങൾക്ക് ടെട്ടിൻ്റെ വല്ല പണിയും തന്നെങ്കിൽ അതിനുവേണ്ടി 10 പൈസ ഞാൻ മുടക്കത്തില്ല. കൊണ്ടുപോയി സർക്കാർ ആശുപത്രി കൊണ്ട് തള്ളും. പറഞ്ഞില്ലെന്ന് വേണ്ട. അത്രയും പറഞ്ഞിട്ട് കയ്യിലിരുന്ന ചൂട് ചായ ഒറ്റ വലിക്കവൻ കുടിച്ചു. എന്നിട്ട് ഗ്ലാസ് കൊണ്ടുപോയി ലക്ഷ്മിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് സ്വന്തം മുറിയിലേക്ക് ചാടിത്തുള്ളി കയറിപ്പോയി. ബാലു. അത്രയും നേരം മഹാദേവൻ്റെ താണ്ഡവം കണ്ട് ഞെട്ടി ധരിച്ചു നിന്നു പോയവൾ അവൻ പോയെന്ന് കണ്ടതും സെറ്റിയിലേക്ക് ഇരുന്നു പോയി. ഇതൊന്നും നീ പേടിക്കേണ്ട കൊച്ചേ. ഇതൊക്കെ ഇവിടെ എപ്പോഴും നടക്കുന്ന ചീള് കേസ്. വിട്ടുകളയണം. ഇതൊന്നുമേ തന്നെ ബാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ പൂർവാധികം ശക്തിയോടെ അയാൾ മുന്നിലെ പാത്രത്തിലിരിക്കുന്ന ഉണ്ണിയപ്പത്തിലേക്ക് ശ്രദ്ധ വായിച്ചു. എന്നാലും ഇങ്ങനെയുണ്ടോ മക്കള്? ഇതൊക്കെ പതിവില്ലാത്ത കാഴ്ചകളായതിനാൽ ജോബിനും ഒന്ന് തല കുടഞ്ഞുകൊണ്ടാണ് തിരികെ ഇരിപ്പിടത്തിലേക്ക് ഇരുന്നത്. തന്ത വൈബുള്ള മോനും ന്യൂജൻ അപ്പനും. ഈ കോമ്പോ പൊളിക്കും. നിർമ്മൽ മാത്രം ഉണ്ണിയപ്പം തിന്നുകൊണ്ട് എല്ലാവരെയും നോക്കി ഇളിച്ചു കാട്ടി. ബാലേട്ടാ, അവൻ ഈ പറഞ്ഞിട്ട് പോയതൊക്കെ സത്യമാണോ? ബാലേട്ടൻ എന്തിനാ പിള്ളേരുമായിട്ട് അടികൂടിയത്? ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തൊക്കെ പുകിലാണോ വരാൻ പോകുന്നത്? ലക്ഷ്മിക്ക് അതായിരുന്നു ആദി. എൻ്റെ ലച്ചി, നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു പട്ടാളക്കാരനല്ലേടി. അവനിട്ട് കൊടുത്തത് കാര്യമുണ്ടായിട്ട് തന്നെയാണ്. ദേ, ഈ ഇരിക്കുന്ന കൊച്ചിനോടെ ആ പന്നൻ ആവശ്യമില്ലാത്തത് പറഞ്ഞു. ആദ്യം ഞാനവന് മര്യാദയുടെ ഭാഷയിൽ സംസ്കൃതം പറഞ്ഞു കൊടുത്തതാ. അപ്പോൾ ആ പുല്ലുമോൻ എന്നെ വെറും ഒരു ഗ്രാസായി കണ്ടു. ഇവളോട് വൃത്തികേട് കാണിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ലക്ഷ്മി. ഞാൻ അവനിട്ട് 2 എണ്ണം പൊട്ടിച്ചു. അയാൾ ഓരോന്നും വിശദമായി പറഞ്ഞു കൊടുത്തു. അയ്യേ, ഇത്രയും ചെറിയ കാര്യത്തിനാണ്
നിന്റെ മോൻ ഇങ്ങനെ കുണുകുണാന്ന് പറഞ്ഞുകൊണ്ട് ചാടിത്തുള്ളിക്കൊണ്ട് പോയത്? അവനോട് പോകാൻ പറ പാക്കരാ നീ. അവൻ്റെ കൈയല്ലായിരുന്നു ഒടിക്കേണ്ടിയിരുന്നത്, കഴുത്തായിരുന്നു. ബാഹുബലി സ്റ്റൈലിൽ പറഞ്ഞിട്ട് ശിവകാമി ഇരിക്കുന്നത് പോലെ അവരാ കസേരയിൽ ഒന്ന് ഇളകിയിരുന്നു. സോറി അമ്മേ, ഞാൻ കാരണം ബാലു അങ്ങനെയൊക്കെ ചെയ്തേ. ലക്ഷ്മിയുടെ മനസ്സിൽ തന്നോട് ഇനി ദേഷ്യം കാണുമോ എന്നവൾ ഭയപ്പെട്ടു. അതൊന്നും സാരില്ല മോളെ, അല്ലെങ്കിൽ എൻ്റെ ബാലേട്ടൻ ആവശ്യമില്ലാത്ത കാര്യത്തിന് ആരുടെയും ദേഹത്ത് കൈവയ്ക്കില്ലെന്ന് എനിക്കറിയാവുന്നതാ. അവളുടെ കൈകളിൽ ഒന്ന് തട്ടിയിട്ട് അവർ ചിരിച്ചു. വൈശു അവരുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആ നേരം. എൻ്റെ ബാലേട്ടൻ ആവശ്യമില്ലാത്ത കാര്യത്തിന് ആരുടെയും ദേഹത്ത് കൈവയ്ക്കില്ലെന്ന് എനിക്കറിയാം. ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൻ്റെ മേൽ ഇത്രമേൽ വിശ്വാസമോ? അവളെ ഒന്നിരുത്തി ചിന്തിപ്പിക്കുവാൻ പോന്നതായിരുന്നു ലക്ഷ്മിയുടെ ആ വാക്കുകൾ. കള്ളങ്ങൾക്ക് മുകളിൽ കള്ളങ്ങൾ പറഞ്ഞ് അതൊരു ജീവിതമാക്കിയ സ്വന്തം അച്ഛനെയും അമ്മയും അവൾ ആ നിമിഷം ഓർത്തുപോയി. സ്വന്തം കരിയറിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പരസ്പരം വാശി പിടിച്ച് രണ്ട് ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ഡോക്ടർ രാജശേഖരനും ഡോക്ടർ നന്ദിതയ്ക്കും ഒരിക്കലും ഒരു ബാലുവോ ലക്ഷ്മിയോ ആവാൻ സാധിക്കില്ലെന്ന് വൈശാഖി ആ നേരം ഉറച്ചു ചിന്തിച്ചു. നാളെ സൺഡേ അല്ലേ, PGയിൽ വിളിച്ചു പറയാം. മോൾ ഇവിടുന്ന് നാളെ പോയാൽ മതി. അവളെ ഇഷ്ടപ്പെട്ടു പോയ പത്മാവതി അതൊരു തീരുമാനം എന്ന രീതിയിൽ പൊടുന്നനെ അവളോടായി പറഞ്ഞു. എന്നിട്ട് പാക്കറിൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോട്ടം പായിച്ചു. അതേസമയം തൻ്റെ അച്ഛൻ ഇനി ഏതൊക്കെ കുഴിയിൽ വീഴും എന്നോർത്ത ആശങ്കയിലായിരുന്നു അകത്തിരുന്ന ഒരുവൻ. അത് പിന്നെ അവൾക്കവിടെ നിൽക്കാനായി ആഗ്രഹം തോന്നിയെങ്കിലും എന്തോ ഒന്ന് അതിൽ നിന്നും വൈശാഖിയെ തടഞ്ഞു. അതെന്താ മോളെ, ഞങ്ങളൊക്കെ കൊച്ചിന് അന്യരായതുകൊണ്ടാണോ? പത്മാവതിക്ക് ചോദിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. അതൊന്നുമല്ല മുത്തശ്ശി, അങ്ങനൊന്നുമില്ല. വീട്ടിൽ പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാ. അവൾ എങ്ങനെയൊക്കെയോ മുക്കിയും മൂളിയും പറഞ്ഞു. അതിനെന്താ, മോളൊരു കാര്യം ചെയ്യേ, അമ്മയെ വിളിച്ച് എനിക്കിതാ, ഞാൻ സംസാരിക്കാം മോളുടെ അമ്മയോട്. പൊടുന്നനെ ലക്ഷ്മി ഇടയിൽ കയറി വൈശാഖിയോട് പറഞ്ഞു. അയ്യോ വേണ്ട. ഇത്തിരി ഉച്ചത്തിൽ പേടിയോടെയാണ് അവളുടെ മറുപടി വന്നത്. ഇതിപ്പോൾ എന്താ പറ്റിയെന്നുള്ള സംശയത്തിൽ പത്മാവതിയും ലക്ഷ്മിയും പരസ്പരം നോക്കി. എന്നാ മോളുടെ ഇഷ്ടം കേട്ടോ. അവളെ ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന രീതിയിൽ പത്മാവതി നേരെ പറഞ്ഞു. എങ്കിൽ ഞാൻ പോയിട്ട് വരാം ആൻറ്റി. അവൾ ചിരിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു. പോയി വാ കുഞ്ഞെ. ലക്ഷ്മി അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. അവൾ ഇറങ്ങാൻ തുടങ്ങിയ നേരത്താണ് ഫോണിലൊരു വീഡിയോ കോൾ വന്നത്. മുത്തശ്ശി കോളിംഗ്. പിന്നീട് സംസാരിക്കാമെന്ന് തോന്നിയെങ്കിലും വൈശാഖിക്ക് ആ കോൾ കട്ട് ചെയ്യുവാൻ അപ്പോൾ തോന്നിയില്ല. അവൾ ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു. മുത്തശ്ശി. സ്ക്രീനിലേക്ക് നോക്കിക്കൊണ്ട് വൈശാഖി പുഞ്ചിരിച്ചു. മോൾ എവിടെയാ? കോളേജിൽ നിന്ന് PGയിലേക്ക് വന്നോ? ദേവകി അവളോട് വാത്സല്യത്തോടെ തിരക്കി. ഇല്ല മുത്തശ്ശി, ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ മുത്തശ്ശിയോടൊരു ബാലഭാസ്കറിൻ്റെ കാര്യം? ബാലുവിൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ. അവൾ ചിരിച്ചുകൊണ്ട് ഫോൺ തൊട്ടടുത്ത് നിൽക്കുന്ന ബാലഭാസ്കറിൻ്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. എൻ്റെ മുത്തശ്ശിയാ. അവൾ ബാലുവിനെ പരിചയപ്പെടുത്തി. ആൻറ്റി, ഞാനിവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാ. എൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഒരേ ആഗ്രഹം, ഇവളെ ഒന്ന് കാണണമെന്ന്. ഇപ്പോൾ തിരിച്ചു കൊണ്ടുവിടാൻ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അയാൾ ചിരിയോടെ അവരോട് സംസാരിച്ചു. അതെയോ, എന്നിട്ട് എവിടെ മോൻ്റെ ഭാര്യ? ദേവകി തിരക്കി. മുത്തശ്ശി ഒരു മിനിറ്റേ. അപ്പോഴേക്കും ഫോണും കൊണ്ട് വൈശു ലക്ഷ്മിയുടെ നേർക്ക് തിരിഞ്ഞിരുന്നു. ലക്ഷ്മിയും ദേവികയോട് കുറച്ചു നേരം സംസാരിച്ചു. ഒടുവിലാണവൾ ഫോണും കൊണ്ട് പത്മാവതിയുടെ അടുത്തേക്ക് ചെന്നത്. മുത്തശ്ശി സംസാരിക്കേ. എൻ്റെ മുത്തശ്ശിയാ, പേര് ദേവകി. അവൾ ഫോൺ പത്മാവതിയുടെ കയ്യിലേക്ക് പിടിപ്പിച്ചു കൊടുത്തു. പത്മം. അവരെ കണ്ടതും അപ്പുറത്തിരുന്ന ദേവകി ഒരു ഞെട്ടലോടെ കണ്ണുകൾ മിഴിച്ചു. പത്മാവതി, തൻ്റെ ബാല്യകാല സുഹൃത്ത്, അതും വർഷങ്ങളോളം പരിചയമുള്ളവൾ, തങ്ങൾ ഒരിക്കലും പിരിയില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നവൾ. ആ ഒരുവളാണിപ്പോൾ ഒരു ഫോണിൻ്റെ മറുവശത്തുള്ളത്. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എടി ദേവകി, നീ ആയിരുന്നോ വൈശു കൊച്ചിൻ്റെ മുത്തശ്ശി? ഇതെവിടായിരുന്നടി? എത്ര വർഷങ്ങളായടി നമ്മൾ കണ്ടിട്ട്? എൻ്റെ മോൻ്റെ കല്യാണത്തിന് അന്ന് കണ്ടതാ നിന്നെ. പിന്നീട് ഒരു വിവരവും ഇല്ലാതായി. എന്നും ഓർക്കുമായിരുന്നടി ഞാൻ. നീയാണെങ്കിൽ വീടും മാറിപ്പോയി. വിളിക്കാനാണേ ഫോൺ നമ്പറും എൻ്റെ കയ്യിലില്ലായിരുന്നു. പഴയകാല കൂട്ടുകാരിയെ കണ്ടതും പത്മാവതിയുടെ കണ്ണുകൾ അമ്പരപ്പോടെ വിടർന്നിരുന്നു. അവർക്കപ്പോഴും കണ്ടത് വിശ്വസിക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയൊക്കെയോ പിരിഞ്ഞു പോയവരാണ്. അതുകൊണ്ട് തന്നെ ബാല്യകാല സുഹൃത്തിനെ കണ്ടതിൻ്റെ സന്തോഷം കണ്ണുനീരായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. എൻ്റെ പത്മം, ഇങ്ങനെ കാണാനായിരിക്കും നമ്മുടെ വിധി. ദേവകിയും കണ്ണു തുടയ്ക്കുന്നത് എല്ലാവരും കണ്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് പത്മാവതിക്ക് ചുറ്റും കൂടി നിന്നവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് തന്നെ. ഒരു ദേവകി എന്ന കൂട്ടുകാരിയുടെ കാര്യം പത്മാവതി ഇടയ്ക്കൊക്കെ വീട്ടിലുള്ളവരോട് പറയുമായിരുന്നെങ്കിലും അത് വൈശാഖിയുടെ മുത്തശ്ശിയാണെന്നുള്ള കാര്യം ഒട്ടൊരു അത്ഭുതത്തോടു കൂടി തന്നെയാണ് അവർ നോക്കിക്കണ്ടത്. എടി, നിൻ്റെ നമ്പർ ഇങ്ങ് തരണേടി, എനിക്ക് ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ട്. എൻ്റെ കൊച്ചുമോൾ നിൻ്റെ വീട്ടിലാണ് വന്നെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നെടി. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അവൾ ആ നാട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. ഇനി അതില്ല. നീയും പിള്ളേരും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അവൾക്കൊരു തുണയായി. ദേവകിക്ക് അപ്പോൾ സമാധാനമായിരുന്നു. അവരൊഴുകുന്ന കണ്ണുനീര് തുടച്ചുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു. നിൻ്റെ കൊച്ചുമോൾ എൻ്റെ കൊച്ചുമോളും കൂടെയാണ്. അവിടെ കാര്യമോർത്ത് നീ ഇനി ഒരു ടെൻഷനും അടിക്കണ്ട. ഞാൻ നോക്കിക്കോളാം അവളെ. നീ സമാധാനമായിട്ടിരിക്കും പെണ്ണേ. പത്മാവതി അടുത്ത് നിന്ന വൈശാഖിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എനിക്ക് സമാധാനമായടി. എനിക്ക് പകരം നീയുണ്ടല്ലോ അവിടെ. ദേവകിയിൽ ആശ്വാസം നിറയുന്നത് വൈശുവും നോക്കിക്കണ്ടു. എടി കൊച്ചിനെ ഞാനിവിടെ അങ്ങ് നിർത്താൻ പോകുക. നിനക്കെന്തേലും പ്രശ്നമുണ്ടോടി ദേവകി? വൈശാഖിയുടെ അഭിപ്രായം പോലും ചോദിക്കാതെ പത്മാവതി നേരെ കയറി അങ്ങ് ചോദിച്ചു. അടുത്തു നിന്ന പെണ്ണൊന്നും ഞെട്ടിയെങ്കിലും അതിന് പ്രത്യേകിച്ചൊരു അഭിപ്രായവും കയറി പറയുവാൻ പോയില്ല. തൻ്റെ മുത്തശ്ശി ഒരിക്കലും തനിക്ക് നല്ലതല്ലാത്തൊന്നും ചെയ്യില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്ന അവൾക്ക്. എനിക്ക് സന്തോഷമേ ഉള്ളൂ പത്മം. അവളെ PGയിൽ നിർത്തുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഭക്ഷണമൊന്നും പിടിക്കില്ല അവൾക്ക്. കഴിഞ്ഞാന്ന് 3-4 ദിവസങ്ങളായിട്ട് പെണ്ണ് പട്ടിണിയാണ്. ഇവിടെ നിന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടോട്ട് വരുന്നുമില്ല. ബാംഗ്ലൂരിൽ അവരുടെ ജീവിതം ഇത്തിരി മുട്ടിമുട്ടിലാടി. എൻ്റെ കുഞ്ഞു സങ്കടം സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടിപ്പോന്നതാ. പഠിക്കാനാണെന്ന പേരും പറഞ്ഞ്. പറയുന്നതിനിടയിൽ ദേവകി കണ്ണുകൾ തുടച്ചു. അയ്യോ, എന്ത് പ്രശ്നമാ? പത്മാവതി വെപ്രാളപ്പെട്ടു. ഇവിടെ അമ്മയ്ക്ക് അച്ഛനും പണം മാത്രം മതിയടി. കൊച്ചിനെ ഒന്നും നോക്കത്ത് പോലുമില്ല. ആ വലിയ ഫ്ലാറ്റിൽ എൻ്റെ വൈശു എന്നും ഒറ്റയ്ക്കാ. കൂട്ടത്തിൽ പട്ടാളച്ചിട്ടി. വളർന്നു വരുന്നൊരു കൊച്ചാ. അതിൻ്റെ സങ്കടങ്ങൾ കേട്ട് കരയാൻ മാത്രമേ എനിക്കെന്ന് സമയമുള്ളൂ. അതൊക്കെ വലിയ കഥയാ പത്മം. നിനക്ക് ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. അടുത്തു നിന്ന കൊച്ചുമോളുടെ കണ്ണ് നിറയുന്നത് കണ്ടതും അവരാ സംഭാഷണം മനഃപൂർവ്വം അവസാനിപ്പിച്ചു. അത് മതി, ഞാൻ നോക്കിക്കൊള്ളാടി കുഞ്ഞി. ഇനി രാത്രി വിളിക്കാൻ നിന്നെ. ഫോൺ തിരിച്ച് വൈശുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പത്മാവതി എന്തൊക്കെയോ തീരുമാനങ്ങൾ മനസ്സിലെടുത്ത് കഴിഞ്ഞിരുന്നു. പാക്കരാ. വൈശാഖി ഇത്തിരി മാറി നിന്നുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടതും അവർ തൻ്റെ മകനെ അടുത്തേക്ക് വിളിച്ചു. മോൾ ഇന്ന് തൊട്ട് ഇവിടെ നിന്നോട്ടെ. നിനക്കും ലക്ഷ്മിക്കും അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മകനോടും മരുമകളോടും അവർ നേരെ ചോദിച്ചു. ഞങ്ങൾക്കെന്ത് പ്രശ്നമാമേ? അവളിവിടെ നിന്നോട്ടെ. ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഭാസ്കരൻ ലക്ഷ്മിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ബാലേട്ടൻ പോയി PG വെക്കേറ്റ് ചെയ്തിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വായോ, ഇന്ന് തന്നെ. ലക്ഷ്മിക്കായിരുന്നു ഉത്സാഹം മുഴുവനും. കുറച്ച് സമയം കൊണ്ട് തന്നെ അവളെ അവർ അത്രമേൽ ഇഷ്ടപ്പെട്ടു പോയിരുന്നു. വൈശി ചേച്ചി ഇന്ന് തൊട്ട് നമ്മുടെ വീട്ടിലാണോ? വിഷ്ണുവിന് കളിക്കാൻ ഒരു കൂട്ട് കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു. അവളെ അന്ന് കണ്ടപ്പോഴേ തോന്നിയതാ അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. പാവം കുട്ടി. ഭാസ്കരൻ അത് പറയുമ്പോൾ കണ്ണ് തുടച്ചുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്ന ആ പെൺകുട്ടിയിലായിരുന്നു നിർബലിൻ്റെയും ജോബിൻ്റെയും കണ്ണുകൾ. അവളുടെ കണ്ണുനീർ അവരുടെ ഹൃദയം പൊള്ളിക്കുന്നുണ്ടായിരുന്നു. അതേസമയം പുറത്തെ ഹാളിൽ നടക്കുന്ന സംഭവങ്ങളൊന്നും അറിയാതെ ഗാഠനിദ്രയിലായിരുന്നു നമ്മുടെ പിശുക്കൻ നായകനായ മഹാദേവൻ. ഉണർന്നു കഴിയുമ്പോൾ ആ വീട് തിരിച്ചു വെക്കാതിരുന്നാൽ മതിയായിരുന്നു. ഉറക്കം ഉണർന്നെഴുന്നേറ്റ മഹാദേവൻ കാണുന്നത് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് വീട്ടിൽ സ്ഥിരതാമസത്തിന് വന്നു നിൽക്കുന്ന വൈശാഖിയായിരുന്നു. അവൾക്ക് സപ്പോർട്ടുമായി ചുറ്റും തൻ്റെ വീട്ടുകാരും. അതിനോടൊട്ടും യോജിക്കുവാൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അച്ഛൻ്റെയും ബോണ്ടയുടെയും വിഷ്ണുവിൻ്റെയും വാദങ്ങൾക്കൊന്നും അവൻ ചെവി കൊടുക്കാൻ പോയതുമില്ല. സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയായ തൻ്റെ വീട്ടിൽ ഒരാളും കൂടി വന്നു നിന്നാൽ ഉണ്ടാവുന്ന ചിലവുകളെക്കുറിച്ചായിരുന്നു അവൻ്റെ ചിന്തയപ്പോൾ പോയത്. അതുമാത്രമല്ല, പോരാത്തതിനൊരു പെൺകുട്ടിയും. കാലം കെട്ട കാലമാണ്. കോളേജിൽ പഠിക്കുന്ന ഒരു പെങ്കൊച്ചിൻ്റെ ചുമതലകളും ബാധ്യതകളും ഏറ്റെടുക്കുക എന്ന് വെച്ചാൽ ഹിമാലയം ചുമക്കുന്നതിന് തുല്യമാണ്.
ആ കൊച്ചിന് വല്ലതും പറ്റിയാലോ? ഇനി അത് പോയി വല്ല പ്രേമത്തിലും പെട്ടാലോ? അതുമല്ല വല്ലവരുടെയും കൂടെ ഒളിച്ചോടിയാലോ ഒക്കെ എൻ്റെ വീട്ടുകാരാണ് സമാധാനം പറയേണ്ടത്. ഇതൊന്നും ആലോചിക്കാതെ ബോണ്ടയുടെ കൂട്ടുകാരിയുടെ കൊച്ചുമകളാണെന്നുള്ളതിൻ്റെ പേരിൽ അതിനെ ഇവിടെ കയറ്റിപ്പൊറപ്പിക്കുവാൻ ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നെന്നാണ്. അതുമല്ല സ്റ്റീഫൻ ദേവസിയുടെ കാര്യവും അവനിൽ വല്ലാത്ത ഭയം നിറച്ചു. സമാധാനത്തിൽ പോകുന്ന വീടാണ് തൻ്റേത്. അതിനിടയിൽ ഒരു ബന്ധത്തിൻ്റെ പേരിലും വള്ളിക്കെടുത്തെടുത്ത് തലയിൽ വയ്ക്കാൻ അവൻ ഒട്ടും തയ്യാറായിരുന്നില്ല. മഹാദേവൻ തനിക്ക് മുൻപിലിരിക്കുന്ന എല്ലാവരെയും ഒന്ന് പാളു നോക്കി. അതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ അമ്മയോട് ചേർന്ന് മുഖം കുനിച്ചിരിക്കുന്നവളെ. മോനെ ദേവാ, ഇവളിവിടെ നിന്നോട്ടടാ. ദേവകിയമ്മയുടെ കൊച്ചുമോളല്ലേ, നമുക്കങ്ങനെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞുകൂടാ. നിനക്കറിഞ്ഞൂടെ അച്ചമ്മയും ആൻറ്റിയും തമ്മിലുള്ള ബന്ധം? അതുമാത്രമല്ല, വൈശുമോൾക്ക് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. തന്നോട് ഒട്ടിയിരിക്കുന്നവൾക്ക് താൻ പറയുന്നത് കേൾക്കുമ്പോൾ സങ്കടം തോന്നുമെന്ന് അറിയാമെങ്കിലും ലക്ഷ്മി അവൾക്ക് വേണ്ടി മകനോട് വാദിച്ചു. കാരണം അവളുടെ ജീവിതം അറിഞ്ഞതിൽ പിന്നെ ആ പെണ്ണിനെ കൂടെ നിർത്തുവാൻ അവരും ആഗ്രഹിച്ചു പോയിരുന്നു. എന്നാലും വേണ്ടമ്മേ, ഇത് ശരിയാവില്ല. ലക്ഷ്മിയോട് മറുത്തു പറയാൻ കഷ്ടം തോന്നിയെങ്കിലും അപ്പോൾ കണിശക്കാരനായി അവൻ. ഒന്നുകൂടെ ആലോചിക്ക് ദേവാ, നമ്മൾ വാക്ക് പറഞ്ഞുകൊണ്ടല്ലേ ഇവൾ ആ PG വെക്കേറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മിക്ക് സങ്കടം വന്നുപോയി. ഇതൊക്കെ എന്നോട് ചോദിച്ചിട്ടാണോ നിങ്ങൾ ചെയ്തത്? ചെക്കൻ്റെ വാക്കിന് മാറ്റം ഉണ്ടായില്ല. ആൻറ്റി, സാരമില്ല ആൻറ്റി, ഞാൻ അവരോട് ഒന്നുകൂടെ സംസാരിച്ച് നോക്കാം. അവർ ചിലപ്പോൾ എനിക്ക് റൂം തിരിച്ചു തരുമായിരിക്കും. ആ അമ്മയും മകനും തമ്മിലുള്ള സംസാരം അവളെ ഒട്ടൊന്ന് വേദനിപ്പിച്ചിരുന്നു. ഇതേ എൻ്റെ മോൻ പണിഞ്ഞ വീടാ. ഇവിടെ ആരൊക്കെ വരണമെന്നും ആരൊക്കെ താമസിക്കണമെന്നും തീരുമാനിക്കാനുള്ള അധികാരം അവനാണ്. നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ നീയാണ് ഈ വീടെടുത്ത് തലയിൽ വെച്ചിരിക്കുന്നതെന്ന്. അയ്യോടാ, എനിക്കറിയാം പാക്കര, ഇവൻ എന്തിനാ ഈ കൊച്ചിനെ ഇവിടെ നിർത്താൻ ഇഷ്ടപ്പെടാത്തതെന്ന്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഇവനല്ലേ. ഇവളും കൂടെ നിന്നാൽ വീട്ടു ചെലവ് കൂടുമെന്നുള്ള പേടിയായിരിക്കും. അത്രയും നേരം മിണ്ടായിരുന്ന പത്മാവതി ഒടുവിൽ പറഞ്ഞുപോയി. പിശുക്കൻ കൊച്ചുമോൻ്റെ മനസ്സിലുള്ളത് വളരെ കൃത്യമായിട്ട് അവർ മനസ്സിലാക്കിയിരുന്നു എന്നതാണ് സത്യം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിലൊരു തീരുമാനം ഉടനെയൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നിയതും ഒടുവിൽ ബാലു ഒച്ച ഉയർത്തി. എന്താ? അച്ചമ്മയോടുള്ള ദേഷ്യം അവൻ സ്വന്തം അച്ഛനോട് തീർത്തു. ഇവളിവിടെ നിന്നാൽ ചെലവ് കൂടുന്നതാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ബാലഭാസ്കരൻ മകനെ പുച്ഛിച്ചു. അച്ചോടാ, കിട്ടുന്ന നക്കാപ്പിച്ച ശമ്പളം ബുള്ളറ്റിൻ്റെ അടവിന് ഈ വീടിൻ്റെ ലോണിനും പോയി കഴിഞ്ഞാൽ പട്ടാളത്തിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ബാക്കിയുണ്ടാവുമെന്നാണ് ഈ പറയുന്നേ? അവൻ്റെ പുച്ഛത്തിന് മറുപടിയായി അവന് അയാളെ നിരുപാധികം തേച്ചൊട്ടിച്ചു. ഭാസ്കരൻ പിന്നീട് ഒന്നും സംസാരിച്ചില്ല. അയാൾ മകനെ നോക്കി മുഖം വീർപ്പിച്ചിരുന്നു. PG കൊടുക്കുന്ന ക്യാഷ് ഞാനിവിടെ തന്നോളാം. അങ്ങനെയെങ്കിൽ എന്നെ ഇവിടെ നിർത്താൻ സമ്മതിക്കാവോ? മഹാദേവൻ്റെ എച്ചിത്തരം അറിഞ്ഞുകൊണ്ട് തന്നെ വൈശു അതിൽ കയറി പിടിച്ചു. മോളെ, അതൊന്നും വേണ്ട. ഇവനും വെറുതെ ഓരോന്നൊക്കെ പറയുന്നതാ. ലക്ഷ്മി അവളുടെ സംസാരത്തിന് അപ്പോൾ തന്നെ തടയിട്ടു. അതല്ല ആൻറ്റി, അച്ഛനും അമ്മയും എല്ലാ മാസവും എനിക്കൊരു എമൗണ്ട് അയച്ചു തരും. ഞാനത് എടുക്കുന്നില്ലെന്നറിഞ്ഞാൽ അവർക്ക് സംശയം തോന്നും. അതുകൊണ്ടാ. അവൾ കാര്യങ്ങളൊരു നയത്തിൽ പറഞ്ഞു, ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ. ഈ കൊച്ച് മാസം മാസം വാടക തരും. PG കൊടുക്കുന്ന അതേ എമൗണ്ട്. അതിനൊരു മുറിയും ഭക്ഷണവും നീ കൊടുക്കണം. എന്താ, ഇപ്പോഴെങ്കിലും നിനക്ക് സമ്മതമാണോ? ഭാസ്കരൻ സഹിയായിട്ട് ചോദിച്ചു പോയി. ആ, സമ്മതമാണ്. അങ്ങനെയെങ്കിൽ സമ്മതമാ. മഹാദേവൻ കയറി സമ്മതിച്ചു. ഞാൻ പറഞ്ഞില്ലേ പാക്കര, ക്യാഷ് കണ്ടാൽ അവന് നിയമം പോലും മാറ്റി എഴുതും. നിന്റെ മോന് ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടാഞ്ഞാൽ നന്നായി. കൈക്കൂലി മേടിച്ചിവൻ നാട്ടുകാരെ മുടിപ്പിച്ചേനെ. അവൻ്റെ തീരുമാനത്തിൽ പത്മാവതി കല്ല് കടിച്ചു. അത് അവരുടെ മുഖത്ത് പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു. ഇവളെ ഇവിടെ താമസിക്കുന്നതിന് എനിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ബോണ്ടയ്ക്കുള്ള മറുപടി അവൻ കൊടുക്കാതെ അവൻ മറ്റുള്ളവരെ നോക്കി പറഞ്ഞു. എന്ത് കണ്ടീഷൻസ്? ഇനിയിപ്പോൾ എന്താണോ അടുത്ത പാര എന്ന സംശയത്തിൽ ബാലു അവനെ ഉറ്റുനോക്കി. മാസം 10,000 രൂപ എനിക്ക് ഇവളിൽ നിന്നും കൃത്യമായി വാടക കൂട്ടിയിരിക്കണം. ഇവിടുത്തെ വൈഫൈ ഉപയോഗിക്കാനാണെങ്കിൽ അതിന് സെപ്പറേറ്റ് തരണം. AC റൂമാണ് വേണ്ടതെങ്കിൽ 500 രൂപ എക്സ്ട്രാ ആവും. വാഷിംഗ് മെഷീനിൽ തുണിയിട്ടാൽ കറണ്ട് ചാർജ് വരുമ്പോൾ അഡീഷണൽ അടയ്ക്കേണ്ടി വരും. മഹാദേവൻ ഉത്സവത്തോടെ കണക്കുകൾ നിരത്തി. നീ ഇതെന്തൊക്കെയാടാ ഈ പറയുന്നേ?
മകൻ്റെ പിശുക്കിനെക്കുറിച്ച് അറിയാമെങ്കിലും ആ പെൺകൊച്ചിൻ്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ അവൻ പറയുന്നതിൽ ലക്ഷ്മിക്ക് സങ്കടം തോന്നി. അതുമല്ല, എവിടെയില്ലാത്ത ചാർജാണ് ചെക്കൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഉള്ള കാര്യമാണ് പറഞ്ഞേ. ഈ കണ്ടീഷൻസൊക്കെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇവളിവിടെ നിന്നാൽ മതി. അവൻ കട്ടായം പറഞ്ഞു. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് വൈശാഖി ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കുകയില്ലെന്ന് മഹാദേവൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അഹങ്കാരി, കുറച്ച് തിന്നാനും കുടിക്കാനും തരുന്നു എന്ന് വെച്ച് ഇത്രയ്ക്ക് അഹങ്കാരം വേണോ? പത്മാവതി വായിലിട്ട് പിറുപിറുത്തു. ഒന്നാമതേ വായിലുള്ളത് മുഴുവൻ വെപ്പ് വല്ലാണ്. അത് കടിച്ചു പൊട്ടിച്ച് കളയുകയാണെങ്കിൽ അടുത്ത സെറ്റ് വെക്കാനുള്ള കാശ് ഞാൻ തരത്തില്ല. മോൻ്റെന്ന് വാങ്ങിച്ചോണം. അവർ ബോണ്ടായെ ഉറ്റുനോക്കി. ചെക്കൻ്റെ സംസാരം ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവനിൽ നിന്നും മുഖം വെട്ടിച്ചു. പതിയെ വെട്ടിക്ക്, കഴുത്തുളുക്കും. ഇനിയൊന്നും സംസാരിക്കുവാനില്ല എന്ന രീതിയിൽ അവൻ മെല്ലെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു. എന്നിട്ട് നേരെ സ്വന്തം മുറിയിലേക്ക് പോകുവാനായി തിരിഞ്ഞു. സർ, പെട്ടെന്നാണ് വൈശാഖി അവനെ പിന്നിൽ നിന്നും വിളിച്ചത്. ആ, എന്താ? അവൻ തിരിഞ്ഞ് അവളുടെ നേർക്ക് നോക്കി. സാറ് പറഞ്ഞ കണ്ടീഷൻസൊക്കെ എനിക്ക് സമ്മതമാണ്. ഈ പറഞ്ഞ എക്സ്ട്രാ പേയ്മെൻറ്റ് അടയ്ക്കാനും ഞാൻ തയ്യാറാണ്. എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് റൗണ്ട് ഫിഗർ ആക്കി ഒരു 15,000 രൂപ എല്ലാ മാസവും സാറിൻ്റെ കയ്യിലേക്ക് ഞാൻ വെച്ച് തരും. പകരം എനിക്കൊരു കണ്ടീഷനുണ്ട്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇത്തവണ വൈശാഖി അവനോട് സംസാരിച്ചു. അവനോട് സംസാരിക്കുന്നതിന് ഉള്ളിൽ പേടിയുണ്ടെങ്കിലും പെണ്ണത് ലക്ഷ്മിയുടെ കയ്യിൽ മുറുക്ക പിടിച്ചു തീർത്തു. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? ചെക്കൻ്റെ കണ്ണുകൾ കുറുകി. അവൻ തൻ്റെ താടിരോമങ്ങൾക്കിടയിൽ കൂടി വിരലുകൾ ഓടിച്ചു. ഇവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും എന്ന് പ്രതീക്ഷിച്ചു നിന്നവന് ഉച്ചക്കിട്ട് കിട്ടിയ അടിയായിരുന്നു അവളിൽ നിന്നും അപ്പോൾ കിട്ടിയത്. എന്നെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കാണണം. സ്വന്തം പോലെ എന്നെയും ട്രീറ്റ് ചെയ്യണം. അല്ലാതെ ഒരു വാടകക്കാരിയെ പോലെ എന്നെ കാണരുത്. മഹാദേവൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടുമോ എന്ന പേടിയിൽ പറഞ്ഞു തീർന്നതും പെണ്ണപ്പോൾ തന്നെ ലക്ഷ്മിയുടെ പിന്നിലേക്ക് മറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ഇതൊരു പുതിയ സ്റ്റോറിയാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ദയവ് ചെയ്ത് വായിക്കുന്നവരെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. പിന്നെ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയും വേണം കേട്ടോ.